ഹലോ ഹായ് ഗൈസ്. അവർക്ക് തെറ്റിയതാട്ടോ. എനിക്ക് 3 മക്കളില്ല. ഇങ്ങനെയാണ് ചുമ്മാ ഓരോന്ന് പറയുന്നത്. എനിക്ക് 2 മക്കളേ ഉള്ളൂ, ഒരു ഭർത്താവും. പിന്നെ അങ്ങേർക്ക് സമ്മതമാണെങ്കിൽ ഒന്നും കൂടെ നോക്കാം. പിന്നെ ആരോഗ്യമുള്ള പുരുഷൻ നോക്കാൻ കഴിവുണ്ടെങ്കിൽ 2ഉം 3ഉം ഒക്കെ കെട്ടാം. ഇവിടെ നടക്കുന്നുണ്ട്. മാഷാ അല്ലാ തബാറക്കല്ലാ. പരദൂഷണം പറയാതിരുന്നാൽ മതി. അത് പെണ്ണുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഭർത്താവിൻ്റെ അനുമതി വേണം കേട്ടോ. ഒളിച്ചോടി പോകരുത്. പരദൂഷണം പറയാതിരിക്കുക. എല്ലാത്തിനും ശിക്ഷയുണ്ട്. ഓക്കെ. പിന്നെ എന്താ, 2 മക്കൾക്കും ഭർത്താവിനും വല്ലപ്പോഴും ചിലവ് നമ്മളുണ്ടാക്കാത്തതുകൊണ്ടല്ല കേട്ടോ. അദ്ദേഹം മേടിച്ചുകൊണ്ട് വരുന്ന, അദ്ദേഹം ഒരു ഊണ് കഴിക്കും. മാഷാ അല്ലാ. പിന്നെ ഞാനും മക്കളും എല്ലാം കൂടെ, ഞാൻ ആ പച്ചക്കറിയും ചോറും, ഒരു തുള്ളി ചോറും അതിലുള്ള പച്ചക്കറിയെല്ലാം എടുക്കും. മക്കൾക്ക് ഞാൻ ചോറ് കൊടുക്കും. ഞങ്ങൾക്കതാണ് ലാഭം. പിന്നെ വൈകിട്ടത്തെ കറി നോക്കിയാൽ പോരെ. എന്തൊക്കെ കേൾക്കണം പഠിച്ചത്. പോട്ടെ. ഇന്ന് അപ്പവും കൊഴുവയുമാണ് കേട്ടോ. മാഷാ അല്ലാ തബാറക്കല്ലാ. കൊഴുവ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു മീനാണ് കൊഴുവ ധാരാളം കഴിക്കുക. കൊഴുവായും ഈ മീൻ ഏതാണ്, ഐക്കൂറ എന്നൊക്കെ പറയും. ഹെൽത്തിയാണ്. കാൽസ്യം ഗുളികയ്ക്ക് സമമാണ്. ധാരാളം കൊഴുവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡോക്ടേഴ്സിൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് കൊഴുവ ചെറിയ മീനുകളാണ്. അതുകൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ രാത്രി കഴിക്കാൻ പോകുന്നത് അപ്പം ഉണ്ടാക്കി. മാഷാ അല്ലാ തബാറക്കല്ലാ. കൊഴുവ ഫ്രൈ ആക്കിയത്, നല്ല കടലക്കറി. മാഷാ അല്ലാ തബാറക്കല്ലാ. അപ്പം ഹെൽത്തി അല്ലേ. ഇതൊക്കെയാണ് ഹെൽത്തി, നാച്ചുറൽ ഫുഡ്. അപ്പം കടലയൊക്കെ കഴിച്ചാൽ നമുക്ക് നടുവേദനയൊന്നും ഉണ്ടാകത്തില്ല. മുട്ടിനൊക്കെ ഉറപ്പാണ്. അതായത് ഈ പ്രപഞ്ചശക്തി നമുക്ക് മെഡിസിന് സമമാണ് ഈ കടല, അതുപോലെ ഇങ്ങനത്തെ ചെറിയ മീനുകൾ. ഓക്കെ. ചെറിയ ചെറിയ മീനുകളുണ്ടല്ലോ. അപ്പം ഇതൊക്കെ ധാരാളം കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ടാറ്റാ.